എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കേരളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബാങ്കിങ്ങിലെ നോ ഫ്രിൽ അക്കൗണ്ട്, BSBD അക്കൗണ്ട്, സ്മാൾ അക്കൗണ്ട് എന്നീ ടോപ്പിക്കുകളാണ്. അപ്പോൾ എന്താണ് നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് നോക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ came up with this account in 2005 to provide ബാങ്കിങ് ഫെസിലിറ്റി ടു കസ്റ്റമേഴ്സ് ഹൂ ഹാവ് ലോ ഇൻകം ബാക്ക്ഗ്രൗണ്ട്. അതായത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ബാങ്ക് അക്കൗണ്ട് ഫെസിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി RBI 2005 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദീസ് ആർ ദ സേവിങ്സ് അക്കൗണ്ട് ദാറ്റ് ഡോണ്ട് നീഡ് എനി മിനിമം ബാലൻസ് മന്ത് ആഫ്റ്റർ മന്ത്. അതായത് ഇതൊരു സേവിങ്സ് അക്കൗണ്ടാണ്, ഒപ്പം തന്നെ മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. ദ അക്കൗണ്ട് ഹോൾഡർ ഗെറ്റ് ആക്സസ് ടു ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ് ആൻഡ് ആക്സസ് ടു ATM അക്രോസ് ദ കൺട്രി വിത്ത് സീറോ ബാലൻസ്. ദ സർവീസ് സച്ച് ആസ് വിഡ്രോവൽ, ഡെബിറ്റ് കാർഡ് എക്സെട്ര ആർ അവൈലബിൾ അറ്റ് സീറോ ചാർജസ്. ബാക്കി എല്ലാ ബാങ്ക് അക്കൗണ്ടിനും പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എല്ലാം ഈ നോ ഫ്രിൽ അക്കൗണ്ടിനും അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ATM എല്ലാ ഫെസിലിറ്റീസും തന്നെ സീറോ കോസ്റ്റിൽ ഈ നോ ഫ്രിൽ അക്കൗണ്ടിനും അവൈലബിൾ ആണ്. BSBDA അഥവാ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. RBI 2012 ഈ നോ ഫ്രിൽ അക്കൗണ്ട് എന്ന പേര് ചേഞ്ച് ചെയ്ത് BSBDA എന്ന് ആക്കിയത് 2012 ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അഥവാ BSBDA. ഇനി എന്താണ് BSBDA എന്ന് നോക്കാം. ദ ഹോൾഡർ ഓഫ് ദ BSBDA അക്കൗണ്ട് വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ഓപ്പണിംഗ് എനി അതർ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ ദാറ്റ് ബാങ്ക്. അതായത് ഒരു BSBDA അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു നോർമൽ സേവിങ്സ് അക്കൗണ്ട് ഒരിക്കലും ആ ബാങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് എ കസ്റ്റമർ ഹാസ് എനി അതർ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ ദാറ്റ് ബാങ്ക്, he or she will be required to close it within 30 days from the day to opening a BSBDA അക്കൗണ്ട്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ആ പർട്ടിക്കുലർ ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് മാത്രമേ BSBDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. ആ BSBDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് 30 ദിവസം മുമ്പ് തന്നെ നമ്മൾ ആ എക്സിസ്റ്റിംഗ് സേവിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കണം. ഇനി BSBDAയ്ക്കും സ്മാൾ അക്കൗണ്ടിനും സർട്ടൻ കണ്ടീഷൻസ് RBI പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ് 50,000 അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അതായത് ആ അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറയുന്നത് 50,000 കൂടാൻ പാടില്ല. ഇനി ടോട്ടൽ ക്രെഡിറ്റ് ഇൻ അക്കൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ് 1 lakh ഇൻ എ ഇയർ. അപ്പോൾ ആ അക്കൗണ്ടിൽ ടോട്ടൽ ക്രെഡിറ്റ് അഥവാ അഗ്രഗേറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ഇനി ക്യാഷ് വിഡ്രോവലും ട്രാൻസ്ഫറും എന്ന് പറയുന്നത് ഒരു മാസം 10,000 കൂടാൻ പാടില്ല. ഇത്രയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. BSBDAയ്ക്കും സ്മാൾ അക്കൗണ്ടിനും സെയിം കണ്ടീഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്ത അക്കൗണ്ടാണ് സ്മാൾ അക്കൗണ്ട്. എന്താണ് സ്മാൾ അക്കൗണ്ട്? എ സ്മാൾ അക്കൗണ്ട് ഈസ് എ ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ദാറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഇൻഡിവിജ്വൽ who do not have the necessary document to open a regular bank account. അതായത് ഒരു റെഗുലർ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള നെസസറി ഡോക്യുമെൻറ്റ്സ് ആ പർട്ടിക്കുലർ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് സ്മാൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. സ്മാൾ അക്കൗണ്ട് ഫോർ എ പീരീഡ് ഓഫ് 12 months ഇനിഷ്യലി വിച്ച് മേ ബി എക്സ്റ്റെൻഡഡ് ബൈ അനദർ 12 months ഇഫ് ദ പേഴ്സൺ പ്രൊവൈഡ് പ്രൂഫ് ഓഫ് ഹാവിങ് അപ്ലൈഡ് ഫോർ ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻറ്റ്. അതായത് നോർമലി ഒരു സ്മാൾ അക്കൗണ്ടിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 12 മാസമാണ്. ഇനി ഈ 12 മാസത്തിനകം വെച്ച് തന്നെ ഈ കസ്റ്റമർ തൻ്റെ ഡോക്യുമെൻ്റ് അഥവാ KYC റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് സ്മാൾ അക്കൗണ്ടിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു 12 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്മാൾ അക്കൗണ്ടിൽ ഒരിക്കലും നമുക്ക് ഫോറിൻ ട്രാൻസാക്ഷൻ അലൗഡ് അല്ല. കാര്യമെന്ന് പറഞ്ഞാൽ KYC റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്മാൾ അക്കൗണ്ടിൽ ഫോറിൻ ട്രാൻസാക്ഷൻസ് അലൗഡ് അല്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.